രുദ്രേട്ട, നിങ്ങൾ അവളെ വീഴ്ത്തിയതോ അതോ അവൾ ഒറ്റയ്ക്ക് വീണതോ? പിന്നിൽ നിന്നും ഒരു അശരീരി കേട്ടതും രുദ്രൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവനെ നോക്കിക്കൊണ്ട് മൂക്കത്ത് വിരലും വെച്ച് ആലോചിച്ചു നിൽക്കുന്ന വൈഷ്ണവി അവൻ കണ്ടു. എല്ലാത്തിനും ഒരു തീരുമാനമായി. ഈ പെണ്ണ് എപ്പ കെട്ടിയെടുത്തു? രുദ്രൻ വൈഷ്ണവിയെ നോക്കി ആത്മഗതിച്ചു. അവന്റെ ആത്മകഥയ്ക്ക് കുറച്ച് ശബ്ദം കൂടുതലായിരുന്നതിനാൽ വൈഷ്ണവി നല്ല വൃത്തിയായി കേട്ടു. കെട്ടിയെടുത്തത് കൊണ്ട് എനിക്ക് രുദ്രദേവിന്റെയും രശ്മിതയുടെയും നല്ലൊരു റൊമാൻറ്റിക് സീൻ കാണാൻ പറ്റി. കൊറിയൻ പടത്തിൽ കാണാൻ പറ്റുമോ ഇങ്ങനെയൊന്ന്? വാവ്, ഓക്സം! വൈഷ്ണവി നാണത്തോടെ പകുതി ചിരിയിൽ പറഞ്ഞതും ചമ്മിയ മുഖത്തോടെ രുദ്രൻ അവൾക്ക് മുൻപിൽ പിടിച്ചു നിന്നു. ഞാൻ പോകുന്നതിന് മുൻപേ എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. അതിനുള്ള അവസരം രുദ്രേട്ടൻ ശരിയാക്കി തരണം. എന്തായാലും വിജയാഷ്ടമി മറ്റന്നാളല്ലേ? അവളുടെ ഡാൻസും കൂത്തും ഒക്കെ ഉള്ളതല്ലേ? അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. വൈഷ്ണവി ഗൗരവത്തിൽ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. രുദ്രൻ എങ്ങോട്ടോ നോക്കി നിൽക്കുന്നവളെ തറപ്പിച്ചു നോക്കി. അത് നടക്കില്ല. നീ അടുത്ത വരവിന് ഞങ്ങളുടെ കല്യാണം കഴിയും. അപ്പം നിനക്ക് വേണ്ടുവോളം സംസാരിക്കാം. നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. നീ എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞൊടിയിടയിൽ രുദ്രൻ മറുപടി പറഞ്ഞു. അപ്പോൾ രുദ്രേട്ടന് പറ്റില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? വൈഷ്ണവി ഒന്നുകൂടി എടുത്ത് ചോദിച്ചതും ഇല്ലെന്ന് ഉറപ്പിച്ച പോലെ അവൻ കണ്ണുകൾ കൊണ്ട് ആക്ഷൻ കാണിച്ചു. സാരമില്ല, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. പിന്നെ അച്ചമ്മ എന്നോടെല്ലാം പറഞ്ഞു. വൈഷ്ണവി പറഞ്ഞത് കേട്ട് രുദ്രനൊന്ന് ഞെട്ടി അവളിൽ മിഴി നട്ടു. അമ്മയും അറിഞ്ഞോ? മിഴികൾ പുറത്തേക്ക് വരും പോലെ വേവലാതിയോടെ തിടുക്കപ്പെട്ട് അവൻ ചോദിച്ചു. അമ്മായി അറിഞ്ഞിട്ടില്ല, ഞാൻ മാത്രം. അവളെ കാണാൻ ഒരവസരം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ അമ്മായിയും അറിയും. വൈഷ്ണവി ചിരിച്ച് വരമ്പിൽ കൂടി താഴെ അരുവിയുടെ അടുത്തേക്ക് നീങ്ങി. രശ്മി അച്ചമ്മയ്ക്ക് വിളിച്ചു കൊടുത്ത കാര്യമെങ്ങാനും അമ്മ അറിഞ്ഞാൽ അവൻ ഒരു നിമിഷം ചിന്തിച്ചു. ഇനി എല്ലാവരെയും അറിയിക്കാൻ നിൽക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി തരാം. താഴേക്ക് ഇറങ്ങുന്നവളെ നോക്കി അവൻ പല്ല് കടിച്ചു. രുദ്രൻ അങ്ങനെ എൻ്റെ വഴിക്ക് വാ, വൈഷ്ണവി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിജയിച്ചവളെ പോലെ ഉള്ളിൽ പൊട്ടിച്ചിരിച്ചു. രുദ്രേട്ടാ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ? അച്ചമ്മ എന്തോ പറയാൻ തുടങ്ങിയെന്നുള്ളത് സത്യ, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അത് വെച്ച് ഞാനൊന്ന് എറിഞ്ഞു നോക്കിയതാ, കറക്റ്റായിട്ട് കൊണ്ടു. ഈയിടെയായിട്ട് എനിക്ക് കറക്റ്റ് ഉന്ന. വൈഷ്ണവി അതും പറഞ്ഞ് രുദ്രന്റെ നേർക്ക് അമ്പെയ്യുന്ന പോലെ കാണിച്ചു. അപ്പോഴേക്കും അവന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. കുറെ നേരം വൈഷ്ണവി അവിടേക്ക് ചുറ്റിത്തിരിഞ്ഞു. ഏതോ വീഡിയോ കോൾ ചെയ്തതും നെല്ലും നെൽപ്പാടവും അവൾ ആക്രാന്തത്തോടെ കാണിച്ചു കൊടുത്തു. അവനായി അവളൊരു അത്ഭുത ലോകം തീർത്തു. പിറ്റേ വൈകുന്നേരം ക്ഷീണിതയായ രശ്മി വീടിന്റെ ഉള്ളിലേക്ക് കയറിയതും അടുക്കളയിൽ ചായ എടുക്കുന്ന ശാരദയെ കണ്ടു. ഹാളിൽ വീൽ ചെയറിലിരിക്കുന്ന ബാലിനെ നോക്കി ചിരിച്ചുകൊണ്ട് തോളിലെ ബാഗ് ഒരു ടേബിളിൽ വെച്ചു. ചെയർ വലിച്ചിട്ട് അതിലിരുന്ന് അവൾ ടേബിളിലേക്ക് തലവെച്ചു. കുപ്പി ഗ്ലാസ്സിൽ അവൾക്കുള്ള ചായ ശബ്ദത്തിൽ ടേബിളിലേക്ക് വെച്ചതും അവൾ തലപൊക്കി ശാരദയെ നോക്കി. എന്താ മോളെ, വയ്യാഴിക എന്തെങ്കിലും ഉണ്ടോ? നെറ്റി തിരുമ്മിക്കൊണ്ട് ചായ കുടിക്കുന്നവളെ കണ്ട് ബാലൻ തിരക്കി. ചെറിയൊരു തലവേദന പോലെ, ഒന്ന് കുളിച്ചാൽ മാറിക്കോളും. ബാലനുള്ള ചായ ജനലിന്റെ അരികിൽ വച്ച ശേഷം രശ്മിയെ മൊത്തത്തിൽ ഒന്ന് നോക്കിക്കൊണ്ട് ശാരദ അടുക്കളയിലേക്ക് പോയി. ഗ്ലാസ്സിലെ അവസാന കവളും കുടിച്ച് ഗ്ലാസ് കഴുകി അവൾ കോണിപ്പടി കയറി. കുളിയൊക്കെ കഴിഞ്ഞ് തലയിൽ തോർത്തും ചുറ്റി രശ്മി താഴേക്ക് എത്തിയപ്പോഴേക്കും ബാലൻ വാതിലിന്റെ അടുത്ത് കാറ്റുകൊണ്ടിരിപ്പാണ്. അവൾ ചെറുചിരിയോടെ ബാലന്റെ അടുത്തായി വന്നിരുന്നു. അയാളുടെ മടിയിലേക്ക് തല ചായച്ചു. കുറവുണ്ടോ മോളെ? അവളുടെ തലയിൽ തലോടി ബാലൻ ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് ബാലന്റെ മടിയിൽ അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. വരുണിന്റെ അമ്മ വിളിച്ചിരുന്നു. തെമ്മാടിയുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണിനെ അവരുടെ മകന് വേണ്ടെന്ന് പറഞ്ഞു. ഈ കല്യാണം മുടക്കിയതിന് പിന്നിൽ നീയോ അവനോ? ഹാളിലെ സാധനങ്ങൾ ഒതുക്കി വെക്കുന്നതിനിടയിൽ ശാരദ സൗമ്യമായി ചോദിച്ചു. രശ്മി മറുപടി കൊടുക്കാൻ കഴിയാതെ ശാരദയുടെ മുന്നിൽ മരവിച്ചിരുന്നു. രശ്മിയുടെ ഉള്ളം വിണ്ടു കീറുന്ന പോലെ തോന്നി. ദേവേട്ട ഇനി അവരെ വിളിച്ചോ? അതോ ഞാൻ വരുണിനോട് പറഞ്ഞതുകൊണ്ടാണോ? അമ്മയോട് ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ? ചോദ്യങ്ങളാൽ അവളുടെ ഹൃദയം കുരുക്കിൽപ്പെട്ട പോലെ. ഹലോ ദേവേട്ട. രശ്മിയുടെ വിറയ്ക്കുന്ന ശബ്ദം രുദ്രന്റെ കാതിലേക്ക് തുളഞ്ഞു കയറി. എന്താണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രുദ്രൻ ടെൻഷനോടെ അവളോട് ചോദിച്ചു. ദേവേട്ടൻ അമ്മയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരുമോ? രശ്മി ചോദിച്ചു തീർന്നതും സ്പീക്കറിലിട്ട കോൾ ശാരദ കട്ടാക്കി. വെപ്രാളത്തോടെ രശ്മി ശാരദയെ നോക്കിയപ്പോൾ യാതൊരു കൂസലുമില്ലാതെ ഓരോ പണികളിൽ മുഴുകുന്നവളെ കണ്ടു. എന്തിനു വേണ്ടിയായിരിക്കും അമ്മ ഇങ്ങനെ വിളിച്ചു പറയാൻ നിർബന്ധിച്ചത്? എൻ്റെ ഭഗവാനെ, അടുത്ത പ്രശ്നത്തിലേക്കുള്ള വഴി തെളിയിക്കുകയാണോ? അവൾ പൂജാ റൂമിലേക്ക് നോക്കി. ഒരു വേള നോക്കി കണ്ണുകൾ അടച്ചു. അവിടെ നടക്കുന്ന ഓരോ പ്രവൃത്തിയിൽ ബാലനും അന്താളിച്ചിരിക്കുന്ന പോലെ തോന്നി അവൾക്ക്. മനസ്സിലെ പേടിയും ഭയവും അവളുടെ ശരീരത്തും പ്രകടമായി. കൈകൾ കൂട്ടിയൊരുമി അവൾ സോഫയിലിരുന്നു. നേരെ നന്നായി ഇരുട്ടിയപ്പോൾ മുറ്റത്തൊരു കാറ് വന്നു നിന്നു.
മിടിപ്പ് കൂടി ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന അവസ്ഥയിലായി. അവൾ പേടിയിൽ വിവശയായി. രുദ്രനും സുഭദ്രയും കൂടെ വൈഷ്ണവിയും അകത്തേക്ക് കയറി. രുദ്രന്റെ മുഖത്തും കാര്യം എന്താണെന്ന് അറിയാത്തതിലുള്ള പതർച്ചയുണ്ടായിരുന്നു. സുഭദ്രയുടെ മുഖത്ത് പേടിയോ ഭയമോ എന്തൊക്കെയോ. വൈഷ്ണവിക്ക് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. ഇരിക്ക്. സുഭദ്ര മൂന്നു പേരെയും മാറി മാറി നോക്കി പറയുമ്പോഴും രുദ്രൻ രശ്മിയെ തിരഞ്ഞു. രശ്മിയുടെ കല്യാണം മുടങ്ങി. ആരാ മുടക്കിയെന്ന് രുദ്രൻ അറിയോ? ശാരദയുടെ ചോദ്യം കേട്ടതും സുഭദ്ര ദേഷ്യത്തോടെ അവനെ നോക്കി. വൈഷ്ണവി ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ്. രുദ്രൻ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവാത്ത പോലെ നിയന്ത്രിതമായ കോപത്തോടെ ശാരദയെ നോക്കി. രശ്മിയെ, ഇങ്ങോട്ട് വന്നേ. ശാരദ വിളിച്ചതും വാതിലിന് പുറകിൽ നിന്നവൾ പുറത്തേക്ക് വന്നു. രശ്മിയുടെ ആദിയിലുള്ള നിൽപ്പ് കണ്ടപ്പോൾ അവനെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി. രശ്മി അവനെ നോക്കാതെ തല താഴ്ത്തി നിന്നു. അവന്റെ നോട്ടം അവളിലേക്ക് പാറി വീണുകൊണ്ടിരുന്നു. ഇവൾക്ക് വരുന്ന കല്യാണം മുഴുവൻ രുദ്രൻ മുടക്കും. അതിനിവൾ കൂട്ടു നിൽക്കുകയും ചെയ്യും. പല സ്ഥലത്ത് വെച്ചും നിങ്ങൾ തമ്മിൽ കാണുന്നത് ഞാൻ അറിയുന്നില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ശാരദയുടെ വാക്കുകൾക്ക് രശ്മിയും രുദ്രനും പറയാനുണ്ടായിരുന്നു. രണ്ടാളും അവർക്ക് മുന്നിൽ കുറ്റക്കാരനെ പോലെ ഇരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തീർത്തോണം. ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരരുത്. എനിക്കും ബാലേട്ടനും ഈ കല്യാണത്തിന് സമ്മതമാണ്. സ്ഥലവും തീയതിയും നിങ്ങൾക്ക് തീരുമാനിക്കാം. രുദ്രൻ അത്ഭുതത്തോടെ ശാരദയും സുഭദ്രയും നോക്കിയ ശേഷം രശ്മിയെയും നോക്കി. സ്വപ്നലോകത്ത് എന്നതുപോലെ രശ്മി മരവിച്ചു നിന്നു. എല്ലാവർക്കും ഇടയിൽ മൗനം. പറയാനുള്ളതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇറങ്ങുക. ബാക്കി ഇവർ തീരുമാനിക്കട്ടെ. സമയം കുറയായില്ലേ? അമ്മയുടെ അടുത്ത് രാജീവിനെ നിർത്തിയിട്ടാ വന്നത്. വിളിക്കാം. സുഭദ്ര രുദ്രനെയും രശ്മിയെയും നോക്കി. ബാലനോടും ശാരദയോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. രുദ്രൻ എണ്ണീറ്റ് പുറത്തേക്ക് നടക്കുന്നതിന്റെ ഇടയിൽ ഒന്നും മനസ്സിലാവാതെ രശ്മിയെ നോക്കി. അവളും ഏകദേശം അവന്റെ അതേ അവസ്ഥയിലാണെന്ന് മനസ്സിലായി. വീട്ടിൽ നിന്ന് ഇറങ്ങും മുന്നേ വൈഷ്ണവി ശാരദയെ കണ്ണചുമി ചിരിച്ചു കാണിച്ചു. വീട്ടിലെത്തുന്നതിന് മുന്നേ രശ്മിയുടെ കോൾ രുദ്രനെ തേടിയെത്തി. രുദ്രൻ ഒളികണ്ണാൽ കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന സുഭദ്രയും പുറകിലിരുന്ന വൈഷ്ണവിയും ഒന്ന് നോക്കിയ ശേഷം ഫോൺ സൈലന്റ് ആക്കി വെച്ചു. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായ സ്ഥിതിക്ക് രശ്മിയുടെ കോള് ധൈര്യമായിട്ട് എടുത്തു. രുദ്രേട്ട, അമ്മായി ഒന്നും പറയില്ല. വൈഷ്ണവി പറഞ്ഞത് കേട്ട് സുഭദ്രയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം. ക്രോധം കത്തിച്ചൊലിക്കുന്ന കണ്ണുകളുമായി രുദ്രൻ കണ്ണാടിയിലൂടെ വൈഷ്ണവിയെ നോക്കി. വീടെത്തിയതും സുഭദ്ര ധൃതിയിൽ ഉള്ളിലേക്ക് കയറി. പുറകെ രുദ്രനും വൈഷ്ണവിയും. കാറിന്റെ ശബ്ദം കേട്ടിട്ട് രാജീവും പുറത്തേക്ക് വന്നു. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാജീവ് തിടുക്കപ്പെട്ട് കാര്യം തിരക്കി. അങ്ങനെ പ്രശ്നമൊന്നുമില്ല രാജീവേ. അഴിച്ചുവിട്ട് രണ്ടെണ്ണത്തിനെ പിടിച്ച് കെട്ടിക്കാമെന്ന് വിചാരിച്ചു. നാട്ടുകാരെ കൊണ്ട് ഇനിയും കൂടുതൽ പറയിപ്പിക്കാതെ. രാജീവ് ആലോചനയിൽ മുഴുകി രുദ്രനെ നോക്കി. അവന്റെ ഭാവത്തിൽ നിന്ന് രാജീവിന് പൂർണ്ണമായി ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വൈഷ്ണവിയെ ദേഷ്യത്തോടെ വലിച്ചുകൊണ്ട് രുദ്രൻ അവന്റെ റൂമിലേക്ക് കയറി. രുദ്രനെ കൈവിടുവിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ സമയം കൊണ്ട് സുഭദ്ര രാജീവിനോട് നടന്നതെല്ലാം പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ രാജീവിന്റെ ചൂണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി ഊറി. രുദ്രൻ ഇങ്ങനെ ഒരു പണി രാജീവ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. രുദ്രൻ വൈഷ്ണവിയെ വലിച്ച് കട്ടിലേക്ക് തള്ളി. രുദ്രന്റെ ശക്തിയിൽ അവൾ കട്ടിലേക്ക് വീണു. വീണെടുത്ത് കിടന്ന വൈഷ്ണവി തലപൊക്കി നോക്കിയപ്പോൾ അവൾ കണ്ടു രൗദ്രത്തിന്റെ സകല ഭാവങ്ങളും ആവാഹിച്ച് കണ്ണുകൾ ചുവന്ന് അവളുടെ മുന്നിൽ നിൽക്കുന്നവനെ. ഒരു നിമിഷം അവൾക്കും പേടി തോന്നി. അവൾ പറയുന്നത് സത്യമാണല്ലോ രുദ്രേട്ട. ശരിക്കും അസുരനെ പോലെ വിറച്ചിട്ടെന്റെ മുട്ടുകൾ ഇപ്പൊ കൂട്ടിയിടിക്കുമല്ലോ. ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് വൈഷ്ണവി പറഞ്ഞു. അത് കേട്ടതും രുദ്രന് ചിരി പൊട്ടി. അവിടെ അങ്ങനെയൊക്കെ നടന്നതിന് പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളുമുണ്ട്. അതൊക്കെ എന്റെ മോള് തുറന്നു പറഞ്ഞു. ഇതിന്റെ പുറകിൽ നിന്റെ കൈ ഉണ്ടെന്ന് വ്യക്തം. ഞാൻ കണ്ടതാ ഇറങ്ങുന്നതിന് മുൻപ് നീ രശ്മിയുടെ അമ്മയോട് ചിരിക്കുന്നത്. രുദ്രൻ പറയുന്നത് കേട്ട് വൈഷ്ണവിയുടെ മുഖം ചുളിഞ്ഞു. സത്യം തുറന്നു പറയാതെ അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലായി. വരുണിന്റെ അമ്മയെ വിളിച്ച് രുദ്രേടന്റെയും രശ്മിയുടെയും കാര്യം പറഞ്ഞത് ഞാനാ. പക്ഷെ രശ്മിയുടെ അമ്മ പറഞ്ഞിട്ടാ ഞാൻ വിളിച്ചത്. രുദ്രൻ ഞേട്ടലോടെ വൈഷ്ണവിയെ നോക്കി. രശ്മിക്കും നിങ്ങളെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവളുടെ വീട്ടുകാർക്കറിയാം. അതുകൊണ്ടാണല്ലോ രുദ്രേട്ടൻ ആധാരം കൊടുത്ത കാര്യം പോലും അവൾ ആരോടും ഇതുവരെ പറയാതിരുന്നത്. പക്ഷെ അതും രശ്മിയുടെ അമ്മ കണ്ടുപിടിച്ചു. അത് രുദ്രന് പുതിയ അറിവായി മാറി. കൃഷ്ണയുടെ അമ്മ വയ്യാതിരിക്കുക. അങ്ങോട്ട് പോകും വഴിയാ രശ്മിയുടെ അമ്മയെ കണ്ടത്. രശ്മിയുടെ സങ്കടം കുറച്ചു ദിവസമായി അവരെയും അലട്ടുന്നുണ്ടായിരുന്നു. ഞാനും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരമ്മായിയെ വിളിച്ച് സംസാരിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ ചടപട ആയിരുന്നു. നിങ്ങൾക്കിട്ട് ഇങ്ങനെ ഒരു പണി അതെന്റെയാ. വൈശാലി അതിസാഹസികമായി പറഞ്ഞവസാനിപ്പിച്ചപ്പോൾ രുദ്രൻ അവന്റെ പ്രണയദിനങ്ങൾ സ്വപ്നം കണ്ടു.
ഭാവിയിൽ എനിക്ക് എൻ്റെ പിള്ളേരോട് പറയാലോ ഞാൻ കാരണം ആ രുദ്രദേവും രശ്മിതയും ഒരുമിച്ചതെന്ന്. പല്ലുകുഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ പറയാൻ എന്തെങ്കിലും കഥകൾ വേണ്ടേ? രുദ്രൻ അവളെ ചേർത്തണച്ചു. അത് സ്വീകരിച്ചെന്ന പോലെ അവളും ഇരു കൈയാൽ അവനെ ചുറ്റി. നിന്റെ അച്ഛൻ ഇതറിഞ്ഞാൽ നേരം വെളുക്കും മുന്നേ പറന്നെത്തും. ഒന്നും അവസാനിച്ചിട്ടില്ല, എല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ. ഇതിലും വലിയ പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ നേരിട്ടിട്ടില്ലേ രുദ്രേട്ട? ഇപ്പൊ നമ്മൾ രണ്ടാളും ഉണ്ട്, പിന്നെന്തിനു പേടിക്കണം? ഇതിൻ്റെയൊക്കെ ഉപകാരസ്മരണ വേണം. ഞാൻ യദുവിനെയും കൂട്ടി വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ മേലിലെ പിടിവിടാതെ അവളത് പറഞ്ഞപ്പോൾ രുദ്രൻ ഒന്ന് വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടി. രുദ്രന്റെ കോൾ ബട്ടൺ അമർന്ന ശേഷം ചെവിയിലേക്ക് ചേർത്തു. അവളുടെ ശബ്ദത്തിനായി അവൻ കാതോർത്തു. എന്തൊക്കെയാ ദേവേട്ടായി നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രശ്മിയുടെ പരിഭവവും സങ്കടവും കലർന്ന ശബ്ദം അവൻ്റെ ചെവിയിലേക്ക് ഇരച്ചു കയറി. താൻ ടെൻഷനാകണ്ടടോ, ഡേറ്റും സമയവും ഒക്കെ നമ്മുടെ കയ്യിലല്ലേ. എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. രുദ്രന്റെ വാക്കുകൾക്ക് അവളുടെ സങ്കടത്തിന്റെ വ്യാപ്തിയെ കുറയ്ക്കാനായി അവൾ അതിനൊന്ന് മൂളി. കുറച്ചു സമയം രുദ്രനോട് സംസാരിച്ചപ്പോൾ മനസ്സിനൊരാശ്വാസം. എന്തിനും കൂടെ ഒരാൾ ഉണ്ടെന്നൊരു തോന്നൽ. രുദ്രൻ കോള് വെച്ചതും കയ്യിലെ ഫോൺ രശ്മി കട്ടിലേക്കിട്ട് കോണിപ്പടി വേഗത്തിൽ ഇറങ്ങി. അടുക്കളയിലേക്ക് ഓടിത്തിരിഞ്ഞു നിന്ന് പണി ചെയ്യുന്ന ശാരദയെ അവൾ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് തോളിലേക്ക് തല ചായച്ചു. അവളുടെ കയ്യിൽ കൈ ചേർക്കണമെന്ന് പലതവണ ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ടോ ശാരദയ്ക്ക് അത് കഴിഞ്ഞില്ല. നിന്റെ ഇഷ്ടങ്ങളൊന്നും മനസ്സിലാവാത്തൊരമ്മയാ ഞാനെന്ന് വിചാരിക്കുന്നുണ്ടോ? തിരിഞ്ഞു ചോദിക്കാതെ ശാരദ അവളോട് ചോദിക്കുമ്പോൾ ശാരദയുടെ കണ്ണുകൾ പോലെ രശ്മിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഞാൻ എത്ര തവണയാ സംസാരിക്കാൻ വന്നതെന്നറിയോ? അപ്പോഴൊക്കെ അമ്മ മുഖം തിരിച്ചു തന്നെ എത്രത്തോളം വേദനിപ്പിച്ചെന്ന്. രശ്മിയെ പറയാൻ സമ്മതിക്കാതെ ശാരദ തിരിഞ്ഞവളെ കെട്ടിപ്പിടിച്ചു. ചുംബനങ്ങളാൽ അവളെ മൂടി. സ്നേഹബന്ധത്തിനപ്പുറം മറ്റെന്തൊക്കെയോ. ഇതിന് സാക്ഷിയായി ബാലനും. ഒരിറ്റ് കണ്ണുനീർ അയാളുടെ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങി. രുദ്രൻ അകത്തേക്ക് കയറുമ്പോൾ രാജീവ് സോഫയിലിരുന്ന് പത്രം വായിക്കുന്നുണ്ട്. രുദ്രനെ കണ്ടതും രാജീവ് അവനെ നോക്കി തലയാട്ടി ആക്കി ഒന്ന് ചിരിച്ചു. മിക്സിയുടെ ശബ്ദത്തിൽ രുദ്രന്റെ കാറിന്റെ ശബ്ദം കാർത്തിക് കേട്ടില്ല. രുദ്രൻ പുരികം ചുരുക്കി അവനെ തല ചിരിച്ചു നോക്കി കൈകൊണ്ട് ആക്ഷൻ കാണിച്ചതും രാജീവ് അടുക്കള ഭാഗത്തേക്ക് തലനീട്ടി കാണിച്ചു. ശബ്ദം വെക്കാതെ അവൻ പതിയെ കള്ളന്മാരെ പോലെ നടക്കുന്നത് കണ്ടപ്പോൾ രാജീവിന് ചിരി വന്നു. അടുക്കളയുടെ ഒരു ഭാഗത്തായി ലച്ചു കൈയും കെട്ടി കൂർപ്പിച്ചു നോക്കി നിൽപ്പുണ്ട്. കാർത്തിക പാത്രങ്ങൾ നീക്കി ഗ്യാസിന്റെ ഭാഗം തുടയ്ക്കുന്നതിന് ലച്ചുവിനെ ഇടയ്ക്കിടെ നോക്കി ദേഷ്യപ്പെടുന്നുമുണ്ട്. പെറ്റിക്കോട്ടാണ് അവളുടെ വേഷം. മുഖത്തിന്റെ ഇരു കവിളിലും കൺമഷി നിറഞ്ഞിട്ടുണ്ട്. കൊമ്പിന്റെ ഉള്ളിൽ നിന്ന് പകുതി മുടികളും പുറത്ത് ചാടിയിട്ടുണ്ട്. കെട്ടിയ കൈകൾ ഇടയ്ക്കഴിച്ച് കവിളിലെ ഇരുഭാഗങ്ങളും തുടയ്ക്കുമ്പോൾ കൺമഷി കൂടുതൽ പടരുന്നുമുണ്ട്. ഇതൊക്കെ കണ്ട് രുദ്രൻ മറഞ്ഞു നിന്ന് ചിരിച്ചു. അപ്പോഴും ലച്ചു ആ നോട്ടവും നിൽപ്പും തുടർന്നു. എന്താടി ഉണ്ടക്കണി നോക്കി പേടിപ്പിക്കുന്നേ? ആ ഉണ്ടക്കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും. കാർത്തിക കുനിഞ്ഞവളോട് പറഞ്ഞിട്ട് പിന്നെയും പണികൾ തുടർന്നു. അപ്പോഴും അവളെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കാണ് ലച്ചു. ഇടയ്ക്ക് വാതിലിന്റെ അടുത്ത് അനക്കം കേട്ടെന്ന് ലച്ചു ഒറ്റ കണ്ണുകൊണ്ട് നോക്കി. രുദ്രനെ അവൾ കണ്ടു. കുഞ്ഞിപ്പല്ല് കാണിച്ച് അവനോട് ചിരിച്ചതും കാർത്തികയുടെ നോട്ടവും അവനിലായി. അവനെ കണ്ടതും കാർത്തിക മുഖം തിരിച്ചു. ലച്ചു ഓടാൻ തുടങ്ങിയതും കയ്യിൽ കിട്ടി ഈർക്കിലും കൊണ്ട് അവളെ തടഞ്ഞു നിർത്തി. റുദ്ദ! കാർത്തികയെ ചുണ്ടു കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവനെ വിളിച്ചു. പതുങ്ങി നിന്നവൾ മുന്നിലേക്ക് ചെന്നു. ഇനി നീ എന്നെ ഏട്ടത്തി അമ്മയെ കാർത്തു എന്നൊക്കെ വിളിച്ചോണ്ട് വാ. എന്റെ വായിലിരിക്കുന്ന നല്ലത് കേൾക്കും. ഡി നിന്നോട് കൂടിയാ റുദ്ദ എന്ന് പറഞ്ഞ് അവരെ പുറകെ പോകുന്നത് ഞാൻ കാണട്ടെ. പാരാതിയും പരിഭവങ്ങളും കാർത്തിക വാക്കുകളായി രുദ്രന്റെ നേരെ വർഷിച്ചുകൊണ്ടിരുന്നു. ലച്ചു അവന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങിയതും ഈർക്കിലും കൊണ്ട് പതിയെ കാർത്തിക അവൾക്കിട്ടൊരു അടി കൊടുത്തു. ലച്ചു ഉറക്ക വായും പൊളിച്ചു കരയാൻ തുടങ്ങിയതും രുദ്രൻ ദേഷ്യത്തോടെ അവളെ നോക്കി ലച്ചുവിനെ എടുത്തു. എന്നിട്ടും അവളുടെ കരച്ചിൽ നിന്നില്ല. രുദ്രന്റെ തോളിൽ കിടന്ന് കരച്ചിൽ തുടർന്നു. പകുതി കള്ളക്കരച്ചിലും. നീ മാറിക്കേ, എന്റെ കൊച്ചിനെ ആരും തൊടണ്ട. ഞങ്ങളൊന്നും നിന്റെ ആരും അല്ലല്ലോ. ഓരോന്നൊക്കെ അവന് നേരെ വിളിച്ചു പറയുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. രുദ്രന്റെ മനസ്സും വേദനിച്ചു. ഒരു കൈ കൊണ്ട് കാർത്തികയും അവൻ ചേർത്ത് പിടിച്ചു. ആ കാഴ്ച രാജീവ് കയ്യും കെട്ടി നോക്കി നിന്നു. എന്റെ രുദ്ര, അവിടുന്ന് വന്നിട്ട് എനിക്കൊരു സമാധാനവും തന്നിട്ടില്ല. നിന്നെ ഇനി മുതൽ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞവളാ. ഇപ്പൊ കണ്ടില്ലേ? അതും പറഞ്ഞ ഹൃദയത്തിന്റെ അടുത്തട്ടിൽ നിന്ന് രാജീവ് ഒന്ന് ചിരിച്ചു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.